ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ഒരു കണ്ണൂരപ്പം തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ കണ്ണൂരുകാരുടെ സ്വന്തം റെസിപ്പി കണ്ണൂരുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കണത്. അപ്പം നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഏത് കപ്പ് ഉപയോഗിച്ചാലും ആ ഒരു കപ്പ് കൊണ്ട് തന്നെ എല്ലാതും അളക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കപ്പ് കൊണ്ട് 1 കപ്പ് പച്ചരി എടുക്കുക. അതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ഒന്ന് കുതിർത്താൻ വേണ്ടി വെള്ളമൊഴിച്ച് വെക്കണം. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം തന്നെ എല്ലാം കൂട്ടി വയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 കപ്പ് മൈദ, അതായത് നമ്മൾ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദ എടുക്കാം. പിന്നീട് 1 കപ്പ് ചോറ്, അതായത് പച്ചരി എടുക്കുന്ന അതേ അളവിൽ തന്നെ വെന്ത ചോറും കൂടി എടുക്കേണ്ടി വരും. ഇതിലേക്ക് ഒരു 3-4 ഏലക്കായും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ്, അതേ അളവിൽ 1/4 കപ്പിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര 1/4 കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെന്ന് വെച്ചാൽ 1 കപ്പ് അളവ് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ചോറ് എടുക്കുമ്പോൾ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ നോക്കുക, അപ്പോഴായിരിക്കും അപ്പം നല്ലൊരു വെളുത്ത കളർ വരിക. ഇപ്പോൾ കുത്തരിയോ മട്ടരിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയ റെഡിഷ് കളർ വരും. അപ്പോൾ അപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ദോശയ്ക്കൊക്കെ അരയ്ക്കണ ആ ഒരു പരുവത്തിനേലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒരു 8 മണിക്കൂർ നേരത്തേക്കൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ മാവ് നല്ല പോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 8 മണിക്കൂർ കറക്റ്റ് വെക്കണമെന്നില്ല, ഒരു 5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും, ഇപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഇട്ടിട്ടാണ് തയ്യാറാക്കണമെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും. ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ 8 മണിക്കൂറോളം വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സോഡാപ്പൊടി ആണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 6 മണിക്കൂർ നേരത്തേക്കാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ഇതേ മാവ് അത്യാവശ്യം നല്ലപോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഉണ്ടാക്കണം നേരത്തെ ചേർത്താൽ മതി. ഈസ്റ്റ് ആകുമ്പോൾ കൂട്ടി വെക്കണം തലേദിവസം തന്നെ. സോഡാപ്പൊടി നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ജസ്റ്റ് കുറച്ച് നേരം മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സോഡാപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവിടെ കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിന് ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും എടുത്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മാവ് കൂട്ടി വെച്ചതിനേക്കാളും കുറച്ചും കൂടി തിക്കായതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദോശമാവിനേലും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള പരിവാണ് വേണ്ടത്. എന്നാൽ ഒരുപാട് വെള്ളാവാനും പാടില്ലത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. അപ്പോൾ അതേ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കേണ്ട ആ ഒരു പണിയും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ. ഒന്നും പ്രത്യേകിച്ചായിട്ട് ചേർക്കാനൊന്നുമില്ല. വീട്ടിലുള്ള അതേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഇതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ അപ്പം ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. ഇപ്പോൾ കണ്ണൂരപ്പം ഞാനിവിടെ ഇപ്പോൾ ഓയിലാണ് കേട്ടോ തയ്യാറാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓയിലായാലും ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ചൂടായി അതിലേക്ക് എല്ലാ കുഴികളിലേക്കും ആവശ്യത്തിന്, അതായത് ഒരു 3/4 ഭാഗത്തോളം എല്ലാ കുഴികളിലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇത് മാവ് ഒഴിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ കുഴികളിലെല്ലാതും ഫുള്ളായിട്ട് ഒഴിക്കാതെ 3/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. കാരണം അതേപോലെ പൊങ്ങി വരും നന്നായിട്ട്. ഇനി ഒഴിച്ച് ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ മറച്ചിടാൻ തുടങ്ങണം. ഫസ്റ്റ് ഒഴിച്ച കുഴി ഏതാണോ അതിലപ്പം മറച്ചിട്ട് തുടങ്ങാം, നമുക്ക് ഓർഡറിൽ മറച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് ഈ കണ്ണൂരപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഉണ്ണിയപ്പാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രമേ മറച്ചിട്ടുള്ളൂ. ഈ അപ്പത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണൂരപ്പം കണ്ടവർക്ക് അറിയാൻ പറ്റുമല്ലോ, അതിൻ്റെ മുകൾ വശം നല്ല വെളുത്തും താഴ്ഭാഗത്തായിരിക്കും കുറച്ച് നല്ല ഫ്രൈ ആയിട്ട് ബ്രൗൺ ആയിട്ട് ഇരിക്കണത്. അപ്പോൾ ആ ഒരു രീതി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മിനി മറച്ചിട്ട് ഭാഗം ഇനി ഒരിക്കലും തിരിച്ചിടില്ല. ഇനിയിപ്പോൾ അടിവശം വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ബ്രൗൺ കളർ വരുത്താനായിട്ട്. അപ്പോൾ സ്ലോ ഫയറിൽ ഇട്ടിട്ട് വേണം ഇതെപ്പോഴും ഉണ്ടാക്കാനായിട്ട്. കാരണം അടിവശം മാത്രമേ ബ്രൗൺ ആയിട്ട് ആ അടിഭാഗത്തു നിന്നാണ് ഈ അപ്പം വെന്ത് വരുന്നത്. ഇനി നമ്മൾ തിരിച്ചിടില്ല. അപ്പോൾ അതിനനുസരിച്ച് സ്ലോ ഫയറിൽ വെച്ച് സ്ലോ ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ അപ്പം തയ്യാറാക്കിയെടുക്കുന്നത് അടുപ്പത്ത് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ഫയറിൽ തന്നെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കണ്ണൂരപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിവശം നല്ല ബ്രൗണായി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, മോൾ ഭാഗം നല്ല വെളുത്ത് നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് ഈ കണ്ണൂരപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ പോലെ രണ്ട് സൈഡും മറിച്ചിട്ട് നമ്മൾ ബ്രൗൺ ആക്കില്ല, ആകെ അടിവശം മാത്രം മറച്ചിടുന്ന ആ ഫസ്റ്റത്തെ സൈഡ് മാത്രമേ ബ്രൗൺ ആയിട്ട് കിട്ടുള്ളൂ, മോൾ ഭാഗം നല്ല പ്യുവർ വൈറ്റ് ആയിട്ടും ഇരിക്കും. ഈ അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മുകൾ വശം ഡബിൾ കളറിലിരിക്കണോണ്ട് താഴ്ഭാഗം ബ്രൗണും മോൾ ഭാഗം നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് ഇരിക്കണോണ്ട് അപ്പോൾ വളരെ ഈസിയുമാണ് തയ്യാറാക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കൂട്ടി വെക്കലൊക്കെ വളരെ സിമ്പിളാണ്. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കണ ആ ഒരു ടൈം മാത്രമേ നമുക്ക് കുറച്ച് ലാഗിങ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാതും കൂടി മാവും ഒഴിച്ച് അടുത്ത ട്രിപ്പും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കണ്ണൂരപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ അപ്പമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.